നടൻ മോഹൻലാലിനെതിരെയുള്ള ആനക്കൊമ്പ് കേസ് അട്ടിമറിച്ചെന്ന് ചൂണ്ടിക്കാട്ടി ഏരൂർ സ്വദേശി എ പൗലോസാണ് മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയെ സമീപിച്ചത്. കേസിൽ വിശദമായ വാദം കേട്ട കോടതി മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ത്വരിതാന്വേഷണം നടത്താൻ വിജിലൻസിന് നിർദ്ദേശം നൽകി. മുൻ വനം വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് കേസിലെ ഒന്നാം പ്രതി. മോഹൻലാൽ കേസിൽ 7ാം പ്രതിയാണ്. മുൻ വനം വകുപ്പ് സെക്രട്ടറി മാര്യപാണ്ഡ്യൻ, മലയാറ്റൂർ DFO ആയിരുന്ന പനീന്ദ്രകുമാർ, കോടനാട് റേഞ്ച് ഓഫീസർ IPS അനൽ, സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന K പത്മകുമാർ, തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണറായിരുന്ന ബിജോ അലക്സാണ്ടർ എന്നിവർക്കെതിരെ അന്വേഷണം വേണമെന്ന് ഹർജിക്കാരൻ ആവശ്യപ്പെട്ടെങ്കിലും ഇവർക്കെതിരെ വ്യക്തമായ തെളിവില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. എന്നാൽ മോഹൻലാലിന് ആനക്കൊമ്പ് നൽകിയവർക്കെതിരെ അന്വേഷണം നടത്താൻ കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 2012-ൽ ആദായ നികുതി വകുപ്പ് നടത്തിയ റെയ്ഡിലാണ് നടൻ മോഹൻലാലിന്റെ വീട്ടിൽ നിന്നും 2 ആനക്കൊമ്പുകൾ കണ്ടെത്തിയത്. ആദായ നികുതി വകുപ്പ് കേസ് വനം വകുപ്പിന് കൈമാറുകയായിരുന്നു. എന്നാൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കേസ് അട്ടിമറിച്ചുവെന്നാണ് പരാതിക്കാരന്റെ ആരോപണം. മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വനം വകുപ്പ് മന്ത്രിയായിരിക്കെ മോഹൻലാലിനെ കേസിൽ നിന്ന് ഒഴിവാക്കി ഉത്തരവിറക്കിയിരുന്നു. ഇതും ഹർജിക്കാരൻ കോടതിയിൽ ചോദ്യം ചെയ്തു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.